ഓരോ കൃഷ്ണവിഗ്രഹത്തിനും ഓരോ അനുഭവങ്ങൾ പറയാനുണ്ടാവുമല്ലോ. ഇത് ഞാൻ ഓർമ്മ വെച്ചപ്പോൾ മുതൽ കണ്ടു വന്നിരുന്ന എൻ്റെ വീട്ടിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന കൃഷ്ണവിഗ്രഹമാണ്. ഈ വിഗ്രഹം ആദ്യം ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ കാണിക്കുന്ന ഈ ഫോട്ടോയിൽ ഈ വിഗ്രഹത്തിൻ്റെ മുഖം വ്യത്യാസമുണ്ട്. കാരണം ആദ്യം ഉണ്ടായിരുന്നതിന് ശേഷം അഴുക്ക് പിടിക്കുമല്ലോ, പ്രത്യേകിച്ച് വെള്ള കളർ ആയതിൻ്റെ പേരിൽ ഒരുപാട് അഴുക്ക് വന്നപ്പോൾ വീട് പെയിൻറ്റ് ചെയ്യാൻ വന്ന ആൾ പറഞ്ഞു, കൃഷ്ണനെ നന്നായി വരയ്ക്കും, വീടിന് പുറത്ത് കൃഷ്ണഭക്തയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ, അപ്പോൾ വരച്ച് തരാമെന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞപ്പോൾ ഞാൻ അത് വരയ്ക്കുന്നതിന് മുമ്പ് ഈ വിഗ്രഹം ഒന്ന് വരച്ച് ഭംഗിയാക്കി തരുമെന്ന് അബദ്ധവശാൽ ഞാൻ പറഞ്ഞു. ആൾ അതൊക്കെ വരച്ച് സെറ്റാക്കി വൈകിട്ട് എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ ഭഗവാനെ നന്നായി വരച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കൃഷ്ണനെ വേറെ ആരോ ആക്കി വരച്ച് വെച്ചിരിക്കുകയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ വിഷമം. സഹിക്കാൻ പറ്റാണ്ട് ഞാൻ പറഞ്ഞു, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മതി, പുറത്ത് എന്തായാലും കൃഷ്ണനെ വരയ്ക്കേണ്ട, ഇത് ഇത്രയും മതിയെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അവരെയും വിഷമിക്കേണ്ട എന്നുള്ള രീതിയിൽ ബാക്കി പെയിൻറ്റും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളത് കൊണ്ട് ഈ മുഖം മാത്രം ഇങ്ങനെ ആക്കിയെടുത്ത് ഞാനാണ് കേട്ടോ. ഇത്രയേ പറ്റുള്ളൂ, അതുപോലെ മാറ്റിയിരുന്നു. അപ്പോൾ അതൊരനുഭവം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വയസ്സായ പ്രത്യേകിച്ച് അച്ഛമ്മയൊക്കെ രാവിലെ പൂജയൊക്കെ ഉണ്ട്. പ്രാർത്ഥിക്കുമ്പോഴേ തുളസിയുടെ ഇല വെള്ളത്തിൽ മുക്കിയിട്ട് ഭഗവാനെ തളിച്ച് ഈ വെള്ളം ഈ വിഗ്രഹത്തിൽ വീണ് കുറച്ച് പരിക്കുകൾ പറ്റി. അങ്ങനെ ആയിരിക്കണം വിരൽ ചിന്നി. ഈ ചിന്നലും പൊട്ടലൊക്കെ ഉള്ള വിഗ്രഹം ഫോട്ടോ ഒക്കെ വീട്ടിൽ നിന്ന് എടുത്ത് മാറ്റുമല്ലോ, വീട്ടിൽ വെക്കില്ലല്ലോ. എൻ്റെ ഭഗവാനെ ഇവർ എന്നാണോ എടുത്ത് മാറ്റാമെന്നുള്ള ഭയം കുറച്ച് നാൾ കൊണ്ട് നടന്നു. കാരണം ഈ ചിന്നൽ കൂടി വരികയാണ്. അങ്ങനെ ഒരിക്കൽ അതിന് ഒരു പ്രതിവിധി കിട്ടി. അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്നത്, അതായത് വെള്ളച്ചന്ദനം പുരട്ടി ഒട്ടിച്ച് വിരൽ ശരി സെറ്റാക്കി വെച്ചു. എൻ്റെ വീടിനടുത്ത് ഭഗവതി ക്ഷേത്രമാണ്. പക്ഷേ ഞാനൊരു കൃഷ്ണഭക്തയാണ് കേട്ടോ. രാവിലെയും വൈകിട്ടും ഒക്കെ ഭഗവതി ക്ഷേത്രത്തിൽ തൊഴുതതിന് ശേഷം മാത്രം കാര്യങ്ങൾ ചെയ്യുന്നൊക്കെയുള്ള വീട്ടുകാരൊക്കെയാണ്. പക്ഷേ ഞാൻ എങ്ങനെയോ കൃഷ്ണഭക്തയാണ്. കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകുമ്പോൾ കിട്ടുന്ന സന്തോഷവും സമാധാനവും ഒന്നും വേറൊരു ക്ഷേത്രത്തിലും എനിക്ക് കിട്ടാറില്ല. അതെനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന പ്രത്യേകത എനിക്ക് പറയാനായിട്ട് അറിയില്ല. പക്ഷേ അങ്ങനെ ഒരുപാട് പൊന്നുപോലെ കൊണ്ട് നടന്നതായിരുന്നു ഈ വിഗ്രഹം. പക്ഷേ ഒരിക്കൽ രാവിലെ ഉണർന്നപ്പോൾ രാത്രിയിൽ ഭഗവാന്റെ വിഗ്രഹം വീണ് പൊട്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് മാറി. പിന്നീട് അത് അവിടെ വയ്ക്കാൻ സമ്മതിക്കില്ലല്ലോ. അങ്ങനെ മനസ്സോടെ തൊട്ടടുത്തുള്ള പുഴയിൽ ഒഴുക്കി കളയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച കൂട്ടത്തിൽ എൻ്റെ പണ്ടത്തെ ഭഗവാന്റെ ഫോട്ടോ കണ്ടപ്പോൾ ഓർമ്മ വന്നപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്.